ഹേയ്, സ്മോൾ സ്റ്റെപ്സ് ആർ ഓൾസോ പ്രോഗ്രസ്. അതായത് ഒരു കാര്യം തുടങ്ങി വെച്ചിട്ട് എവിടെയും എത്തിയില്ലല്ലോ എന്നിങ്ങനെ വിചാരിച്ച് നിൽക്കാതെ എവിടെയെങ്കിലും ഒരു ചെറിയ മാറ്റം ഉണ്ടോ എന്ന് നോക്കി നോക്കിയേ. അത് മതിയെന്നേ, പിന്നെ അത് നമ്മൾ പിടിച്ചങ്ങോട്ട് കയറിക്കണം. ഓക്കെ, ഇന്ന് നമ്മളൊരു ഡെസ്ക് മേക്കോറാണ് ചെയ്യാൻ പോകുന്നത്. കിടക്കണ കിടപ്പ് കണ്ടാ മക്കളെ, ഈ വീട്ടിലെ സകലവിധ സാധനങ്ങളും ഇതിൻ്റെ മണ്ടയ്ക്കുണ്ടാവും. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ സാധനങ്ങളൊക്കെ ഇവിടെ നിന്ന് മാറ്റാം. നമ്മളെ ഈ സ്കൂൾ തുറക്കണൊക്കെ മുമ്പ് ഒരു ഡെസ്ക് മേക്കോർ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് ടേബിൾ വിൻഡോ സൈഡിലല്ലായിരുന്നു കേട്ടോ. ഇപ്പോൾ ഞാനതിൻ്റെ പ്ലേസൊക്കെ മാറ്റിയിട്ടുണ്ട്. എനിക്ക് അങ്ങനെയാണ്, ഇടയ്ക്കിടയ്ക്ക് സാധനങ്ങൾ അവിടെ നിന്ന് ഇങ്ങോട്ടും ഇവിടെ നിന്ന് അങ്ങോട്ടും മാറ്റി വെച്ചില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല, വെറുതെ പണി ഉണ്ടാക്കാനേ. പിന്നെ വീഡിയോയിൽ ലൈറ്റിൻ്റെ കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്, ഞാനത് എഡിറ്റ് ചെയ്യുമ്പോഴാണ് കണ്ടത്. ഇനിയിപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലോ, എല്ലാവരും ഒന്ന് സഹകരിക്കുന്നുണ്ട്. അവിടെ ചെറിയൊരു വേസ്റ്റ് പിൻ വെച്ചിട്ടുണ്ട്. നമ്മുടെ അത്യാവശ്യം വേണ്ട കുഞ്ഞു ചെപ്പ് ചവറുകളൊക്കെ നമ്മളതിലാണ് നിക്ഷേപിക്കുന്നത്. കഴിഞ്ഞ വീഡിയോ കണ്ടവർ ഈ വാൾ സ്റ്റിക്കർ ചേച്ചി ഇതുവരെ മാറ്റിയിട്ടില്ലേ എന്ന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. മാറ്റിയിട്ടില്ല കേട്ടോ, മടി വേറൊന്നുമല്ല. എന്തായാലും അതൊക്കെ തുടച്ച് ക്ലീൻ ആക്കിയിട്ടുണ്ട്. പിന്നെ ഇവിടെയായിട്ട് നമ്മൾ കുറച്ച് മണി പ്ലാന്റ്സ് ആർട്ടിഫിഷ്യൽ യൂസ് ആണേ. പിന്നെ നമ്മൾ ഈ വീഡിയോയുടെ മുമ്പിൽ ഏറ്റവും തുടക്കത്തിൽ കുറച്ച് ഇങ്ങനെ പോസ്റ്റിക് കോട്ട്സ് ഒക്കെ കാണിക്കാറില്ലേ, അതൊക്കെ ഇങ്ങനെ നമ്മൾ വുഡൻ ക്ലിപ്സ് വെച്ചിട്ട് അവിടെ ഹാങ് ചെയ്തിട്ടിട്ടുണ്ട്. ഇതൊക്കെ എടുത്ത് പൊടിയൊക്കെ തുടച്ചൊന്ന് ക്ലീൻ ആക്കണം. ചുമരിൻ്റെ ഭംഗിയായിരുന്നു നോക്കരുത്. എനിക്ക് ടേബിളിൽ ഇതുപോലത്തെ കർട്ടൻസ് അല്ല, ടർക്കീസോ അല്ലെങ്കിൽ നല്ല കോട്ടൻ്റെ തുണികളുണ്ടാവില്ലേ, അതൊക്കെ വിരിക്കാനാണ് ഇഷ്ടം. അല്ലാതെ ടേബിൾ ഷീറ്റൊന്നും എനിക്കിഷ്ടമല്ല കേട്ടോ. ഇനി എന്താ ഓരോന്നോരോന്നായിട്ട് പ്ലേസ് ചെയ്യാം. സംഭവം ഈവൻ ബുക്ക് ഹോൾഡർ ആണെങ്കിലും സ്കെയിലും കൂടി ഞാൻ ഇതിലാണ് ഹോൾഡ് ചെയ്യുന്നത്. അടുത്ത സാധനങ്ങളൊക്കെ വെക്കുന്നതിന് മുമ്പ് നമ്മുടെ മണി പ്ലാന്റ്സും കുറച്ച് ഫെയറി ലൈറ്റും ഉണ്ട്, അത് ഇവിടെ അറേഞ്ച് ചെയ്യാൻ പോവാണ്. ചുമരൊക്കെ ഞാൻ തുടച്ച് ക്ലീൻ ആക്കിയിട്ടുണ്ട് കേട്ടോ. ഈ ഫെയറി ലൈറ്റ് സാധാ ഒരു 50 രൂപ എത്ര എങ്ങനെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഞാൻ നല്ലത് വാങ്ങണമെന്ന് വിചാരിച്ച് പോയിട്ട് എനിക്ക് കിട്ടിയത് ഇതാണ്. പക്ഷേ ഇതുണ്ടല്ലോ, ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴേക്കും ഈ ബൾബല്ലേ ഭയങ്കര ചൂടായി തുടങ്ങും. നിങ്ങൾക്ക് നല്ലത് ഏതെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ ഇതേ കുറച്ച് പോസിറ്റീവ് കോട്ട്സ് ഒക്കെ നമ്മളിവിടെ അറേഞ്ച് ചെയ്യുന്നുണ്ട്. ഈ വുഡൻ ക്ലിപ്സ് ഉണ്ടല്ലോ, ഇതിട്ടിലിരിക്കാൻ തുടങ്ങിയിട്ട് കൊല്ലം 4. ഇപ്പോഴാണ് എനിക്കിതിനെക്കൂടെ ഒരു ഉപകാരം വരുന്നത് കേട്ടോ. സംഭവം ഇപ്പോഴാണ് ഇങ്ങനെ ഒരു ഐഡിയ വന്നത്. ഇതുവരെ ഈ ഒരു ഐഡിയ എൻ്റെ തലയിൽ ഉദിച്ചില്ല, എന്താണോ. പിന്നെ നമ്മളുണ്ടാക്കിയ പേപ്പർ മഷ്റൂമും എല്ലാതും ഹാങ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി കളർഫുൾ ആയിട്ടുള്ള കുറേ പോസിറ്റീവ് കോട്ട്സ് കൊണ്ട് ഇത് മൊത്തം നിറയ്ക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. പിന്നെ ഈ ഒരു ഓർഗനൈസറിൽ നമ്മൾ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. അപ്പം അങ്ങനെ അത് ക്ലീൻ ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് എനിക്കൊരു കുട്ടി മൊയിലിനെ കിട്ടിയ കേട്ടോ. എന്നിട്ട് ഇങ്ങനത്തെ കുറേ കുഞ്ഞു സാധനങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഞാനൊരു വീഡിയോയിൽ കാണിക്കാമേ. അപ്പോൾ ആദ്യം ഇതല്ലാതെ എടുത്തിട്ട് നമുക്ക് ഡസ്റ്റൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാം. അതിനുശേഷം ഒന്ന് റീഅറേഞ്ച് ചെയ്ത് വെക്കാം. അതെ, ഈ ക്യാമറയുടെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടോളൂ കേട്ടോ. നമ്മൾ തന്നെ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ഫസ്റ്റ് അത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ മിക്കിക്കും മിന്നിക്കും ഇരുന്നിട്ട് അവിടെ ഇരിപ്പുറക്കണില്ല, അങ്ങനെ അങ്ങോട്ട് വിട്ടുകൊടുക്കാൻ പറ്റുമോ? 2 പിടിച്ച് മൂട്ടിൽ ആ ഡബിൾ സൈഡ് സ്റ്റിക്കർ അങ്ങോട്ട് വെച്ച് ഒട്ടിച്ചു കൊടുത്തു. ഇനി അവിടെ നടങ്ങുന്നത് എനിക്കൊന്ന് കാണണമല്ലോ. പിന്നെ അതെ, 2 ഐസ്ക്രീം ചെപ്പുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ള ഐസ്ക്രീം ആയിരുന്നു കേട്ടോ, സത്യം കിട്ടും. അപ്പോൾ ഇതിലാണ് നമ്മുടെ കുറച്ച് സ്കെച്ചും പിന്നെ ക്രയോൺസ് അറേഞ്ച് ചെയ്യാൻ പോണേ. ഇത് ഞാനൊന്ന് പെയിൻറ്റ് ചെയ്ത് കുട്ടപ്പനാക്കിയിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ ഇതിൻ്റെ ഇടയിൽ കാണിക്കാം. പിന്നെ നമ്മുടെ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ള ഓർഗനൈസേഴ്സൊക്കെ അതുപോലെ തന്നെ അതിന് ആവശ്യമില്ലാത്ത സാധനങ്ങളും വേസ്റ്റുകളും ഒക്കെ നമ്മളെടുത്ത് മാറ്റിയിട്ടുണ്ട്, അത്രയേ ഉള്ളൂ. കൂടാതെ കുറച്ച് ക്യൂട്ട് ഐറ്റംസും നമ്മുടെ ടേബിളിൽ ഇപ്പോൾ സ്ഥാനം പിടിച്ചിട്ടുണ്ട്. ആൻഡ് നമ്മൾ കഴിഞ്ഞൊരു ഹോൾ വീഡിയോ കാണിച്ചിട്ടുണ്ടായില്ലേ, അതിൽ കുറച്ച് പേസ്റ്റൽ കളേഴ്സും പിന്നെ സ്റ്റിക്കി നോട്ട്സ് അങ്ങനെ 2-3 ഐറ്റംസ് നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. എൻ്റെ കയ്യിലുള്ള പെയിൻ്റെല്ലാം ഞാൻ ഇതേപോലെ ഒരു പ്ലാസ്റ്റിക് ബോക്സിലാണ് സ്റ്റോർ ചെയ്ത് വെക്കാറ് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ സ്റ്റിക്കി നോട്ട് ഞാൻ നമ്മുടെ ഒരു ഓർഗനൈസറല്ലേ ടേബിൾ മഞ്ഞിരിക്കണം അതിൽ വെച്ചിട്ടുണ്ട്. ഈ പെയിൻറ്റിൻ്റെ കാർബോർഡ് പെട്ടി കണ്ടപ്പോഴേ എന്തൊക്കെയോ ഐഡിയാസ് എൻ്റെ മനസ്സിലേക്ക് വന്നു. അതുകൊണ്ട് തന്നെ അത് കളയാണ്ട് ഞാൻ എടുത്ത് വെക്കാൻ പോയപ്പോൾ ഇതിന് മുന്നേ ഞാൻ എടുത്ത് വെച്ച പെട്ടികളൊക്കെ എന്നെ നോക്കിച്ചിരിക്കുന്നുണ്ടോ എന്നൊക്കെയൊരു സംശയമില്ലാതില്ല. വരട്ടെ, സമയമുണ്ടല്ലോ, നമുക്ക് നോക്കാം. പിന്നെ നമ്മുടെ ഈ ഐസ്ക്രീം ചെപ്പിനെ നമുക്കൊന്ന് പെയിൻ്റ് അടിച്ച് കുട്ടപ്പനാക്കി എടുക്കണ്ടേ, ഒന്ന് ചായ മാറ്റി കളയാല്ലേ. സിമ്പിളായിട്ടുള്ളൊരു മേക്ക് ഓവറാണ്. ആദ്യം ഞാൻ വൈറ്റ് പെയിൻ്റ് ഒരു പീസായിട്ട് അടിച്ചു കൊടുത്തു. അതിനുശേഷം നമ്മളിപ്പോൾ പേസ്റ്റൽ കളർ വാങ്ങിയിട്ട് അത് പരീക്ഷിക്കാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് അതിൽ നിന്ന് 2 കളർ എടുത്തിട്ടുണ്ട്. നമ്മുടെ ഈ ബേസ് പെയിൻറ് ഉണങ്ങിയിട്ട് വേണം മറ്റേ പെയിൻറ് അടിച്ചു കൊടുക്കാം കേട്ടോ, അല്ലെങ്കിൽ മൊത്തത്തിൽ കൊള്ളാവേ. പിന്നെ ബ്രഷ് വെച്ച് പെയിൻറ് ചെയ്യുന്നേക്കാളും ഇതുപോലെ നമ്മുടെ സ്പോഞ്ചില്ലേ, ഇതിപ്പോൾ പാത്രം ഇങ്ങനെ സ്പോഞ്ചിൻ്റെ ഒരു പീസ് നമ്മൾ കട്ട് ചെയ്തെടുത്താണ് കേട്ടോ. അങ്ങനത്തെ ഒക്കെ യൂസ് ചെയ്യുന്നതാണ് ഒന്നും കൂടി നല്ല ഭംഗിയായിട്ടുണ്ടായിരിക്കുക. അപ്പോൾ ഇതൊക്കെ പെയിൻറ് ചെയ്തെടുത്തിട്ട് ഞാൻ കുറച്ച് കുട്ടി മേഘങ്ങളും കൂടി വരച്ചിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ അൺഫോർച്ചുനേറ്റ്ലി എൻ്റെ കയ്യിൽ നിന്ന് ഡിലീറ്റ് ആയിപ്പോയി. പക്ഷേ മേഘം വരയ്ക്കാൻ സിമ്പിളല്ലേ, കുറച്ച് വൈറ്റ് പെയിൻ്റ് എടുത്ത് മേഘം വരച്ചു കൊടുത്തു, അത്രയേ ഉള്ളൂ. അത് നമ്മളിതാ ഇവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. പിന്നെ എൻ്റെ കയ്യിൽ ഒരു പാരീസ് ടവറിൻ്റെ ചെറിയൊരു സ്റ്റാച്ചു ഉണ്ട് കേട്ടോ. എന്തെങ്കിലും ഒരു ദിവസം ഇവിടെ പോകണം എന്നൊക്കെയാണ് എൻ്റെ ആഗ്രഹം, നടക്കുമായിരിക്കും അല്ലേ. അപ്പോൾ അത് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ചെറിയൊരു പോട്ടിൽ മണി പ്ലാന്റ്സും കൂടി വെക്കുന്നുണ്ട്. അത് ഞാനിപ്പോൾ കട്ട് ചെയ്ത് വെച്ചോളൂ. അതാണ് ഇതിൻ്റെ ഇലകളൊക്കെ ഒരു ജീവനില്ലാത്ത പോലെ നിൽക്കുന്നത്. 2 ദിവസം കഴിയുമ്പോൾ ശരിയായിക്കോളും. ആൻഡ് ഫൈനലി ഇതാണ് നമ്മുടെ സ്റ്റഡി ടേബിളിൻ്റെ ഫൈനൽ ലുക്ക്. സത്യം പറയല്ലോ, മനസ്സിന് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ആയിരുന്നു എനിക്കിത് ചെയ്ത് കഴിഞ്ഞപ്പോൾ. എൻ്റെ വീട്ടിലെ ഞാൻ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത് ഈ ടേബിളിൻ്റെ അടുത്ത്. അതിങ്ങനെ നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ നല്ല രീതിയിൽ മേക്ക് ഓവറൊക്കെ ചെയ്ത്
ഒക്കെ ചെയ്യുമ്പോൾ മനസ്സിന് ഒരു സന്തോഷമാണല്ലേ. എല്ലാവർക്കും എങ്ങനെയാണെന്ന് എനിക്കറിയില്ല കേട്ടോ, പക്ഷേ എനിക്ക് എങ്ങനെയാണ്. ഇതും നല്ല പെർഫെക്റ്റ് ആണെന്നൊന്നല്ല, പക്ഷേ ആദ്യത്തെ എൻ്റെ ടേബിളും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒരുപാട് മാറ്റമുണ്ട്. ആൻഡ് ഇനിയും കുറേ മാറ്റങ്ങൾ വരുത്താനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. എൻ്റെ മനസ്സിലൊരു പിക്ചറുണ്ട്, അതേപോലെ ഇവിടെ മാറ്റണം എന്നൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട് കേട്ടോ. അതൊന്നും നമുക്ക് പെട്ടെന്ന് അങ്ങനെ നടത്തിയെടുക്കാൻ പറ്റുന്നതല്ല. പതുക്കെ ഓരോ സ്റ്റെപ്പായിട്ട് ഇപ്പം ഇത്ര എത്തിയില്ലേ, അതുപോലെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ എന്തെങ്കിലും ഒരു ചെറിയ മാറ്റം കൊണ്ടുവന്നില്ലേ, അതുപോലെ ഇനിയും മാറ്റങ്ങൾ വരും. അങ്ങനെ അവസാനം എൻ്റെ ഡ്രീം പ്ലേസ് പോലെ ഞാനിത് മാറ്റും. കേൾക്കുന്നവർക്ക് അയ്യേ ഇതെന്തിട്ട് ഇത്ര വലിയ കാര്യമാണെന്നൊക്കെ തോന്നാം, പക്ഷേ ഓരോരുത്തർക്കും ഓരോ മേഖലയിലാണല്ലോ ഇൻട്രസ്റ്റ്. പിന്നെ ഇതിപ്പോൾ ഇന്ന് ഞാൻ ശരിയാക്കിയെന്ന് വിചാരിച്ചിട്ട് എല്ലാ ദിവസവും ഇതുപോലെ കിടക്കണമെന്നില്ല. ചിലപ്പോൾ 2 ദിവസം കൂടുമ്പോഴേക്കും വീണ്ടും പഴയ പോലെ ആവും. അതൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മൾ വീണ്ടും ഓർഗനൈസ് ചെയ്യുക, കാര്യങ്ങൾ ചെയ്യുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല കേട്ടോ. അടുത്ത വീഡിയോ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.